വെൽക്കം ബാക്ക്. എപ്പോഴും ലേറ്റ് ആക്കുന്നത്. ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ വെൽക്കം ബാക്ക് ടു ഓൾ അബൌട്ട് ആമി. അപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് രണ്ടാൾക്കും തിരക്കായിരുന്നു. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് നമ്മളെ മിസ് ചെയ്തു ഗൈസ്. നമുക്ക് ജോലിയൊക്കെ കിട്ടി, ഇവളും ഭയങ്കര തിരക്കൊക്കെ ആയി. എന്താ ചെയ്യുക. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കൽസിന് മുന്നേ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണം, വീഡിയോ സെറ്റ് ആവാം. അതെ. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കുട്ടീന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ തളച്ചികളൊന്നും വിളിക്കരുത്, പക്ഷെ എന്താ ചെയ്യാ. അപ്പോൾ ഇവിടെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ അതിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ഞാൻ പോവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണ്. ഒരു 12:30 ആകുമ്പോൾ നമ്മൾ പോട്ടോ. അപ്പോൾ പിന്നെന്താ, പിന്നെ നമ്മളെ കുറച്ച് ഫൺ എലമെന്റ്സും ഡാൻസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കുറച്ച് സൈക്കിൾ വരും. ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ, ഡാൻസ് റീൽസൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൺ ഡേ, ഒരു ഫ്രണ്ട്സ് ഫൺ ഡേ. ഔട്ട് എന്ന് പറയാൻ പറ്റൂല, അതായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനിയും പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ ശരി, ബൈ ബൈ. പിന്നെ പറയാനുള്ളത്, നമ്മൾ കുറേ ഗ്യാപ്പ് വരുന്നുണ്ട് വീഡിയോസ് എടുക്കാൻ. അത് പറഞ്ഞല്ലോ, ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷെ ഇനി നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും, കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഇന്ന് എന്ത് വ്ളോഗാന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സൺഡേ വ്ളോഗാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഫുള്ളായിട്ട് ബർത്ത്ഡേ സംഭവങ്ങളൊന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗാണ്. നമ്മൾ ജസ്നയുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതേപോലെ തന്നെ ബർത്ത്ഡേ പോകുമ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു സൺഡേ വ്ളോഗ്. ഗൈസ്, അപ്പോൾ 12:30 ആയി. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചപ്പോൾ നല്ലോണം നേരം വൈകി. അപ്പോൾ ഇനി ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട്, പിന്നെ ജസ്റ്റിൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ വീണ്ടും ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ടു, ഡാൻസ് റീൽസ് എടുത്തെടുത്ത് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് കാണാം. ബൈ. എൻ്റെ ചെരുപ്പ് ഇതാണ് ജസ്റ്റിനയുടെ വീട്. സോ നമ്മൾ താമരയ്ക്ക് പോവാണ്.
ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി, ബിരിയാണിയൊക്കെ ജസ്റ്റിൻ്റെ അമ്മയ്ക്ക് വാങ്ങി വീട്ടിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലേറ്റായി പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ജസ്നയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു, അപ്പോൾ കഴിക്കണമൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങിൻ്റെ കുറച്ച് എന്തൊക്കെ വിഷ്വൽസ് എടുക്കാൻ പറ്റി. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജസ്നൻ്റെ വീട്ടിലെത്തി. നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ബിരിയാണി ഞങ്ങൾ രണ്ടാളും വെട്ടി വിഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ 2 ഫാനൊക്കെ ഇട്ട് സുഖമായിട്ട് ഉറങ്ങണം. ഒരു 1 hour നാപ്പ് എടുത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഹലോ. സോ ഞങ്ങൾ ഉറക്കമൊക്കെ എണീച്ചു, മുഖമൊക്കെ കഴുകി ഫ്രഷായി റെഡിയായി. ഇനി എനിക്കിൻ്റെ വീട്ടിൽ പോകണം. അതിന് മുന്നേ ഒരു ചായയൊക്കെ കുടിച്ച് ഇട്ടിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം. ഇവിടെ ഒരാൾ ഞാൻ ലൈറ്റായിട്ടും ഫോണിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റല്ല, മ്യൂസിക് അതിന് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ഞാൻ ലൈറ്റ് ആക്കണം. എപ്പോഴും ലൈറ്റ് ആക്കുന്നത് ഇവളാണ്. ഇപ്പം വരും. അപ്പോൾ ജസ്നയുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് പുറത്ത് നിന്ന് വൈബ് അടിച്ചിട്ട് ചായ കുടിക്കാമെന്ന്. ചായ എടുത്തിട്ട് റസ്ക് വലിപ്പം കൂടിയതുകൊണ്ട് ഇതിൽ മുക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് മേക്കപ്പ് ഇല്ലാത്തത് കൊണ്ട് അവള് പറഞ്ഞു അവളെടുക്കാം. അവൾ പ്രൈവസി മാനിച്ചാണ്. ബ്രേക്കപ്പ് ഒക്കെ ഉണ്ട്. സമാധാനമായി രക്ഷപ്പെട്ടു ഞാൻ. അന്നെ കിട്ടുന്നുണ്ട്. ചേസ് അടിക്കുക, അതടിക്കാലോ. തിരിച്ച് ഞാൻ വീട്ടിൽ പോവാം. ബൈ.